പൂനെയിൽ നിന്നുള്ള യാത്രാവിശേഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ്. ശ്രീനഗറിൽ നിന്ന് നാട്ടിലേക്കുള്ള ആദ്യ യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഒരു സർദാറും ഉണ്ട്, നവ്ജോത് സിംഗ് എന്നാണ് പേര്. പുള്ളി ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കുള്ള യാത്രയിലാണ്. ശ്രീനഗർ എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു ഓട്ടോ എടുത്ത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ജമ്മുവിലോട്ടുള്ള റൂട്ടും അതേപോലെ അറ്റാക്കൊക്കെ ഉണ്ടായ പഹൽഗാമിലേക്കുള്ള റൂട്ടും ഒക്കെ കാണാം. അങ്ങനെ 16 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിനടുത്തെത്തി. എയർപോർട്ടിന് പുറത്ത് ജമ്മു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചതിന് ശേഷം ഞങ്ങൾ ഓട്ടോ എയർപോർട്ടിന് പുറത്ത് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പുറത്തെത്തി. ഇതാണ് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. പുറത്തൊരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്ലൈറ്റ് കയറി പോകാനുള്ളവരും വന്നവരും എല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സമയമായപ്പോൾ അകത്തേക്ക് കയറി. ഈ 1:15 എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് എനിക്ക് ഡൽഹിക്ക് പോകേണ്ടത്, ഡൽഹിയിൽ നിന്ന് കൊച്ചിക്ക്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ സ്ഥിരം പോകുന്നത് ഇൻഡിഗോയ്ക്കായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ എയർ ഇന്ത്യക്ക് പോകുന്നത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. ആദ്യം ഞാൻ എയർ ഇന്ത്യയുടെ ലൈനിലാണ് പോയിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് എൻ്റെ ഫ്ലൈറ്റ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബാഗ് ഡ്രോപ്പ് ചെയ്തു. ഞാൻ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഗേറ്റ് നമ്പർ ലക്ഷ്യമാക്കി നടന്നു. ഗേറ്റ് നമ്പർ 5-ലായിരുന്നു. അങ്ങനെ കുറേ സമയം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചുറ്റി നടന്നൊക്കെ കുറേ കണ്ടു. കുറേ കാണാനും കുറേ കടകളും ഒക്കെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റുകളൊക്കെ ഒരുപാട് കുറവായിരുന്നു അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. സീനിയർ സിറ്റിസനൊക്കെ ഇരിക്കാനുള്ള പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ ബാത്റൂമൊക്കെ. ഒരുപാട് മുസ്ലിം പേഴ്സൺസ് ഉണ്ടായതുകൊണ്ട് അവർക്ക് കാലൊക്കെ കഴിയാനുള്ള പ്രത്യേക സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ചായയുടെ വില 250 രൂപയും മേളിലായതുകൊണ്ട് ഞാൻ ചായ പോലും ഇവിടെ നിന്ന് കുടിച്ചില്ല. എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റീസൊക്കെ ഞാൻ ആദ്യം കരുതുന്നത് ചെറിയൊരു എയർപോർട്ടാണെങ്കിൽ അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് അവിടെ ടേക്ക് ഓഫിനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ബോർഡിംഗ് ടൈമായി. അങ്ങനെ ഞാൻ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു ഫ്ലൈറ്റിനകത്തോട്ട് കയറിയാണ്. ഫ്ലൈറ്റിനകം ഇതാണ്. എനിക്ക് എമർജൻസി എക്സിറ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മിഡിൽ ബർത്ത് ആയിരുന്നു. അതുകൊണ്ട് ആകാശ കാഴ്ചകളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ലേഡി ആയിരുന്നു ഇരുന്നത്. അങ്ങനെ ഡൽഹിയിലെത്തി. ഞാൻ എൻ്റെ ഗേറ്റ് നമ്പർ മെൻഷൻഡ് അല്ലായിരുന്നു സെക്കൻഡ് ബോർഡിംഗ് പാസിൽ. ഇതാണ് ഡൽഹി എയർപോർട്ടിനകം. ഞാനങ്ങനെ കുറേ ഓടിയാൾ നടന്ന് ഡിസ്പ്ലേ ഒക്കെ നോക്കിയിട്ട് ഗേറ്റ് നമ്പർ 45-ലായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ സമയം ഒരുപാടുണ്ടായിരുന്നു. നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവം ഞാൻ അങ്ങനെ ലൈറ്റായിട്ടൊക്കെ ഒരു കേരള ചിപ്സ് ഒരു ഫ്രൂട്ടിയൊക്കെ ട്രൈ ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബോർഡിംഗ് സ്റ്റാർട്ടായി. ഞാൻ ഫ്ലൈറ്റിൽ കയറി കൊച്ചിക്ക് പെട്ടെന്ന് കൊച്ചി എത്തി. ആ യാത്രയിൽ എനിക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടി. അഞ്ജു എന്നായിരുന്നു പേര്. അങ്ങനെ അത്താണിയിലെത്തി. നല്ല ഫുഡൊക്കെ അടിച്ചു. ആദ്യമായിട്ട് നമ്മൾ പൊറോട്ടയും ബീഫും മിസ്സാക്കാതെ കഴിച്ചു. അങ്ങനെ അത്താണിയിൽ നിന്ന് KSRTC ബസ് പിടിച്ച് കരുനാഗപ്പള്ളിയിലേക്ക്